14-കാരിയുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ ടാറ്റു ആർട്ടിസ്റ്റ് പിടിയിൽ. പാലക്കാട് നിന്നാണ് കൊല്ലം സ്വദേശിയായ വിപിൻ പിടിയിലായത്. നഗ്നചിത്രങ്ങൾ നിരവധി പേർക്ക് അയച്ചുകൊടുത്ത് പണം വാങ്ങിയെന്ന് കണ്ടെത്തി. ഇയാൾ കോഴിക്കോടും സമാന കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് സംഭവം? ഈ സോഷ്യൽ മീഡിയ വഴിയാണ് 14-കാരിയായ പെൺകുട്ടിയെ ഈ ടാറ്റു ആർട്ടിസ്റ്റ് പരിചയപ്പെട്ടത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ഇയാൾ ഈ പെൺകുട്ടിയോട് കൂടുതൽ അടുക്കുകയും അതിനുശേഷം പെൺകുട്ടിയുടെ പക്കൽ നിന്നും നഗ്ന ചിത്രങ്ങളും മറ്റും വാങ്ങുകയായിരുന്നു. അതിനുശേഷം അത് നിരവധി ആളുകൾക്ക് അയച്ചു കൊടുക്കുകയും പണം വാങ്ങുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം കൂടുതൽ അത്തരം ദൃശ്യങ്ങളും മറ്റുമൊക്കെ ആവശ്യപ്പെട്ടതോടെ ഇവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. രക്ഷിതാക്കളും മറ്റും വിഷയം അറിഞ്ഞതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്നാണ് കൊല്ലം സ്വദേശിയായ ബിബിനെ പാലക്കാട് സൗത്ത് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇയാൾക്കെതിരെ കോഴിക്കോടും സമാന രീതിയിലുള്ള കേസുകളുണ്ട്. ഇയാൾ അതിൽ ജയിൽ ശിക്ഷ വരെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ രീതി എന്നുള്ളത് ഈ സ്നാപ്ചാറ്റ് പോലെയുള്ള ചില നവമാധ്യമങ്ങളിലൂടെ പെൺകുട്ടികളെ പരിചയപ്പെട്ട് അത്തരത്തിൽ അവരെ പിന്നീട് വലിയിലാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ശരി, അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.